നമസ്കാരം. നമസ്തേ. ഇസ്രായേൽ സ്വന്തമായി യുദ്ധവിമാനം ഉണ്ടാക്കാൻ നീങ്ങുന്നു എന്നുള്ള തരത്തിലോട്ടെല്ലാം വാർത്തകൾ വരുന്നുണ്ട്. അപ്പം ഇസ്രായേലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. പല കാര്യങ്ങളും ഇസ്രായേലിലെ പല ആയുധങ്ങളും നിർമ്മിക്കുന്നത് പോലും ഇന്ത്യയിൽ വെച്ചുകൊണ്ടാണ്. അപ്പം ഇത്തരത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പല രാജ്യങ്ങളും പേരെടുത്ത് പറഞ്ഞ് ഇന്ത്യയുടെ പേര് കൂടിയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നല്ല ബന്ധമുള്ള ഇരു രാജ്യങ്ങളും അതിൽ പ്രധാനപ്പെട്ട രാജ്യമായ ഇസ്രായേൽ ഇത്തരത്തിലുള്ള സ്വന്തമായൊരു യുദ്ധവിമാനം നിർമ്മിക്കുമ്പോൾ അതിൽ ഇന്ത്യയുടെ പങ്ക് എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള കിട്ടുന്ന വാർത്തകൾ F-35 സമാനമായ രീതിയിലുള്ള യുദ്ധവിമാനങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഈ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള യുദ്ധവിമാനത്തിൻ്റെ ആവശ്യകത ഇസ്രായേലിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദീർഘവീക്ഷണം വെച്ചുകൊണ്ടുള്ള 10 വർഷത്തെ ഒരു ദീർഘവീക്ഷണം വെച്ചുകൊണ്ടുള്ള F-35 സമാനമായിട്ടുള്ള യുദ്ധവിമാനമാണ് ഉണ്ടാക്കുന്നത് എന്നറിയപ്പെടുന്നു. ഇതിൽ ഇന്ത്യയുടെ പങ്ക് എന്താണ്? ഇസ്രായേല് ഇത് ഇത്ര നാൾ ഉപയോഗിച്ചിരുന്നത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളാണ്. F-16 തൊട്ട് അല്ലെങ്കിൽ F-4 ഫാൻഡം തൊട്ട് F-35 വരെയുള്ള യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന്റെ കൈവശമുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ അമേരിക്കയിൽ നിന്നും പതുക്കെ അകന്നു പോവുകയാണ്. അമേരിക്കയിൽ നിന്നും വാർഷികമായിട്ട് ഇസ്രായേലിന് ഒരു മിലിറ്ററി എയ്ഡ് കിട്ടുന്നുണ്ട്. ചെറിയ തുകയൊന്നുമല്ല, എല്ലാ വർഷവും $3.8 ബില്യൺ ഇസ്രായേലിന്റെ മിലിറ്ററി എയ്ഡായിട്ട് അമേരിക്ക കൊടുക്കുന്നുണ്ട്. ഇത് പതുക്കെ അമേരിക്കയിൽ നിന്നും ഇത് വേണ്ട എന്ന് വെക്കുകയാണ് ഇസ്രായേൽ. അതിന്റെ ഭാഗമായിട്ട് സ്വന്തമായിട്ട് ആയുധങ്ങളെല്ലാം നിർമ്മിക്കുന്ന ഒരു പദ്ധതി ഇസ്രായേൽ വിഭാവനം ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫൗസ് സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ F-35 ലൈറ്റനിങ് എയർക്രാഫ്റ്റിന് സമാനമായിട്ടുള്ള സമാനമായ സ്റ്റെൽത്ത് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വിമാനം നിർമ്മിക്കാനുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിന്റെ ഡ്രാഫ്റ്റൊക്കെ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഒരു പദ്ധതി ഇസ്രായേൽ തുടങ്ങുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇസ്രായേലിന് ആയുധ നിർമ്മാണത്തിൽ വലിയ മേൽക്കൈയുണ്ട്. പ്രത്യേകിച്ച് ഈ ഇലക്ട്രോണിക്സ്, അതുപോലെ ആയുധങ്ങളുടെ സോഫ്റ്റ്വെയർ, ഇതിലൊക്കെ അവർ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് മുമ്പിലാണ്. ഈ പ്രിസിഷൻ വെപ്പൺ എന്നുള്ള ഒരു ആശയം ലോകത്തിന് മുന്നിൽ കൊണ്ടുവരിക, ആദ്യമായിട്ട് പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻ എന്ന തരം ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയത് ഇസ്രായേലാണ്. അത് പലപ്പോഴും ഇറാന്റെ IRG നമ്മുടെ ഇറാന്റെ പല സൈനിക നേതാക്കന്മാരെയും ഇസ്രായേൽ വധിക്കുമ്പോൾ കാറിൽ യാത്ര ചെയ്യുന്ന ഒരാള് കാറിന്റെ മുൻസീറ്റിൽ ഇരുന്ന ഡ്രൈവർക്ക് പോലും പരിക്കേൽക്കാതെ ഒരു മിസൈല്, സ്വാച്ച് ബ്ലേഡ് എന്ന് പറയുന്ന ഒരു മിസൈല് വന്നിട്ട് സൈഡിൽ നിന്ന ഖുദ്സ് ഫോഴ്സിന്റെ മേധാവിയെ അവർ വധിച്ചു. അപ്പൊ അതാണ് പ്രിസിഷൻ അറ്റാക്ക്. റഷ്യക്ക് ഇല്ലാതെ പോയത് പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻ ആണ്. അതാണ് റഷ്യ പലപ്പോഴും റഷ്യ യുക്രൈൻ യുദ്ധം നടന്ന് ഇത്ര നാളായിട്ടും സെലൻസ്കിയെ കൊല്ലാൻ റഷ്യക്ക് കഴിഞ്ഞിട്ടില്ല. സെലൻസ്കി വധിക്കപ്പെട്ടിരുന്നെങ്കിൽ ആ നിമിഷം യുദ്ധത്തിന്റെ ഡൈനമിക്സ് മാറി. ഇറാനെ പോലുള്ള ഒരു രാജ്യമൊന്നുമല്ല യുക്രൈൻ. ഇറാനിൽ ഒരു ഘടന, ഒരു മതപരമായിട്ടുള്ള ഒരു തിയോക്രസിയാണ്, ഒരു മത സ്റ്റേറ്റാണ്. അവിടെ നേതൃത്വത്തിന് പല നിരകളും പല തട്ടുകളും ഉണ്ട്. ഒരാൾ പോയാൽ വേറൊരാൾ വരും. പക്ഷെ ഒരു സാധാരണ ജനാധിപത്യ രാഷ്ട്രമാണ് യുക്രൈൻ. അവിടെ ഒരാൾ പോയാൽ പിന്നെ ആ പാർട്ടിയിൽ അതുപോലുള്ള ഒരു നേതാവില്ല. പിന്നെ പാർട്ടിയിൽ തമ്മിലടി വരും, അല്ലെ പ്രതിപക്ഷത്തുനിന്ന് ആര് വരണമെന്നുള്ള ചോദ്യം വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ യുദ്ധ നേതൃത്വം ത്തിൽ ഒരുപാട് പിശകുകൾ ഉണ്ടാകും. പക്ഷെ റഷ്യക്ക് ഇസ്രായേലിനെ പോലൊരു ഗൈഡഡ് പ്രിസിഷൻ മ്യൂണിഷൻ പ്രയോഗിക്കാൻ പറ്റില്ല. അത്തരം രീതിയിലല്ല അവരുടെ ആയുധങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടേത് മാസ് അറ്റാക്കിന് വേണ്ടിയിട്ട് സ്പീഡ് ലൈറ്റനിങ് അറ്റാക്കുകൾ വേറൊരു യുദ്ധതന്ത്രമാണ്, വേറൊരു ഡോക്ട്രിനാണ്. ഇന്ത്യ ഈ റഷ്യൻ ആയുധങ്ങളും ഇസ്രായേൽ ഡോക്ട്രിനൂടെ സംയോജിപ്പിച്ചിട്ടാണ് ഇന്ത്യ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ഇതൊക്കെ ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻ ഉണ്ടെങ്കിലും ഇസ്രായേലിന് സ്വന്തമായിട്ടൊരു മിലിറ്ററി ഇൻഡസ്ട്രിയൽ ബേസ് ഇല്ല. ആർക്ക് വലിയൊരു പരിമിതിയാണ്. ഇപ്പൊ ഇറാൻ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള ഫാക്ടറികളും ബേസും ഉണ്ട്. ഇസ്രായേലിന് ആ ബേസ് ഇല്ല. എല്ലാത്തിനും അമേരിക്കയെ ആശ്രയിക്കുന്നു. ഇപ്പൊ അമേരിക്കയ്ക്ക് പകരം ഇന്ത്യയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇന്ത്യയിലോട്ട് ആശ്രയം മാറ്റിയിരിക്കുകയാണ്. കാരണം ഒന്ന്, ചെറിയ രാജ്യം. രണ്ടാമത്തേത്, ഒരു സപ്ലൈ ചെയിൻ കെട്ടിപ്പടുക്കുക എന്നുള്ളത് അത്ര വലിയ ഒരു എളുപ്പമുള്ള കാര്യമല്ല. അതിന് ദശകങ്ങൾ വേണ്ടി വരും. അങ്ങനെ ഉള്ള ഒരു പരിമിതി ഇസ്രായേലിനുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഈ F-35 സമാനമായ ഒരു സ്റ്റെൽത്ത് വിമാനം ഉണ്ടാക്കുമ്പോൾ
ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വിമാനത്തിന്റെ ബോഡി ഉണ്ടാക്കണം, എയർ ഫ്രെയിം. അങ്ങനെ ഒരു എയർ ഫ്രെയിം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ബാലൻസിങ്, അതിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഘടിപ്പിക്കാൻ തക്കതായിരിക്കണം. അതിന് എയർ ഫ്രെയിം ആദ്യം തന്നെ കരുത്തുള്ളതായിരിക്കണം. അതിന്റെ ഭാരം ഒരുപാട് വർദ്ധിക്കാൻ പാടില്ല. അതിൽ ഉപയോഗിക്കുന്ന ലോഹ കൂട്ടുകൾ, ഇതൊക്കെ തന്നെ ഒരുപാട് വ്യവസായങ്ങൾ ഉണ്ടാക്കി സമാഹരിച്ചാണ് ഒരിടത്ത് വെച്ച് അസംബ്ലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ശൃംഖല, അതിനാണ് ഈ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അതൊന്നും ഇസ്രായേലിലില്ല. ഇസ്രായേലിന് വേറെ ചില ഗവേഷണ വികസന മേഖലകളാണ് അവരുടെ, ഞാനീ പറഞ്ഞ ഒരു തരം മേഖല. ഇവിടെ ഇപ്പൊ അവർക്ക് അമേരിക്ക അല്ലെങ്കിൽ ആരെ ആശ്രയിക്കും? പിന്നെ റഷ്യയാണ്, പറ്റത്തില്ലല്ലോ. ചൈനയെ ആശ്രയിക്കാനും പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ഇക്കാര്യത്തിൽ ആശ്രയിക്കാവുന്ന രാജ്യം ഇന്ത്യയാണ്. കാരണം എയർ ഫ്രെയിം ഒക്കെ ഇവിടെ ഇപ്പൊ ഈ ദസോൾട്ട് റഫാലിന്റെ എയർ ഫ്രെയിം ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ്. അതുപോലെ പിന്നെ C-295 യാത്രാ വിമാനം ഇവരാണ് ഉണ്ടാക്കുന്നത്, ടാറ്റയാണ് ഉണ്ടാക്കുന്നത്. എയർ ഫ്രെയിം ഒക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ 100%. അതുപോലെ ഈ പിന്നെ പലപ്പോഴും F-35 തന്നെ പല ഭാഗങ്ങളും ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിതൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോവും. ഇപ്പൊ ചിറകുകൾ, F-16 ചിറകുകൾ ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത്. സ്വകാര്യ മേഖലയിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിമാനത്തിന്റെ ഔട്ടർ, അതായത് ഒരു ഹള്ള് എന്നുള്ള എയർ ഫ്രെയിം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇന്ത്യ പെർഫെക്റ്റ് ആണ്. സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യയുടെ AMCA എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് ഉണ്ടല്ലോ, 5th ജനറേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, അതാണ് AMCA. അപ്പൊ AMCA പദ്ധതിയുടെ ചില ഭാഗങ്ങളിലെങ്കിലും ഇസ്രായേലുമായിട്ട് സഹകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇസ്രായേലിന്റെ പത്രങ്ങളിൽ, ജെറുസലേം പോസ്റ്റിലൊക്കെ അത്തരം വാർത്തകൾ വന്നു കഴിഞ്ഞു. കാരണം ഇവിടെ ഈ ഒരു ഇപ്പൊ എയർ ഫ്രെയിമിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ പല കാര്യത്തിലും ഈ ഒരു വിമാനത്തിന് ടെസ്റ്റിംഗ് ഉണ്ട്, ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്നുള്ളത്. അത് ഇപ്പൊ ഇന്ത്യയിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ മുതൽ മുടക്കുള്ള ഒരു മേഖലയാണ്. അത് അക്കാര്യത്തിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. എഞ്ചിന്റെ കാര്യത്തിൽ ടെസ്റ്റിംഗ്, ഇതൊക്കെ തന്നെ പിന്നെ നമുക്ക് ഉള്ള ലോ ഒബ്സർവബിൾ ടെസ്റ്റിംഗ്, സ്റ്റെൽത്ത് ഫ്രെയിം മാനുഫാക്ചറിങ്, ഹൈ ത്രസ്റ്റ് ടർബോഫാൻ ഇന്റഗ്രേറ്റിംഗ് കപ്പാസിറ്റി. ടർബോഫാൻ എഞ്ചിനുകൾ ഈ വിമാനവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇക്കാര്യത്തിലൊക്കെ ഇന്ത്യക്ക് നല്ല ഒരു വൈദഗ്ധ്യമുണ്ട്. നമ്മൾ ഈ SU-35 അവരുടെ SU-30 റഷ്യയുടെ ലൈസൻസിൽ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്, HAL-ലാണ്. അപ്പോ ഒരു വിമാനത്തിന്റെ ഫ്രെയിമിൽ ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുകയും എഞ്ചിൻ ഇന്റഗ്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് വലിയ വൈദഗ്ധ്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഇസ്രായേലിന് ആവശ്യമുണ്ട്. ഇനി ഇസ്രായേലിന്റെ ഒരു വൈദഗ്ധ്യ മേഖല നോക്കിക്കഴിഞ്ഞാൽ ഈ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് റഡാർ, ISR റഡാർ, അതുപോലെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, ഇലക്ട്രോണിക് യുദ്ധം നടത്താനുള്ള അതിന്റെ നിർമ്മാണം, ഏവിയോണിക്സ് ഇന്റഗ്രേഷൻ, വിമാനത്തിലെ ഇലക്ട്രോണിക്സ് ഭാഗങ്ങളെ സംയോജിപ്പിക്കുക, ഇതൊക്കെ ഇസ്രായേലിന് വലിയ മേൽക്കൈയുള്ള മേഖലകളാണ്. അപ്പൊ ആ മേഖലയും ഇന്ത്യയുമായിട്ട് യോജിച്ചാൽ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് ഈ വിമാന നിർമ്മാണത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ഒരു സഹകരണം ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിയാൻ വയ്യ. പക്ഷെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇസ്രായേലിന് ഇപ്പോൾ തന്നെ വലിയ സാന്നിധ്യം ഇന്ത്യയിലുണ്ട്. ഇപ്പം വിമാനമല്ലെങ്കിലും ഡ്രോണുകളുടെ കാര്യത്തിൽ ഇസ്രായേൽ വലിയ മുന്നിലാണ്. ഇപ്പൊ ഇസ്രായേലിന്റെ ഹെർമിസ് 900 ഡ്രോണ്, അതുപോലെ ഹെറൺ എന്ന ഡ്രോണ്, ഈ 2 ഡ്രോണും ഇന്ത്യയിലെ, ഹെറൺ ഇസ്രായേലിന്റെ സർക്കാർ കമ്പനിയായ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് നിർമ്മിക്കുന്നത്. മറ്റത് സ്വകാര്യ മേഖലയിലാണ് ഹെർമിസ് 900. സ്വകാര്യ മേഖലയുള്ള ഹെർമിസ് 900 ഇന്ത്യയിലെ അദാനി ഡിഫൻസ് സിസ്റ്റംസ് ഇപ്പൊ തന്നെ നിർമ്മിക്കുന്നുണ്ട്. അത് ഇസ്രായേലിലോട്ട് കയറ്റി അയക്കുന്നതുകൊണ്ട് ഇന്ത്യ സൈന്യം അപ്പൊ അത് ഉപയോഗിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ അത് ഉപയോഗിച്ചതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇക്കോ സിസ്റ്റം, ഇസ്രായേലിന്റെ തന്നെ ഇക്കോ സിസ്റ്റം ഇന്ത്യയിലുണ്ട്. ഇപ്പൊ റഫാൽ എന്ന ഒരു ഇസ്രായേൽ കമ്പനിയുണ്ട്. ദസോൾട്ട് റഫാലിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, മറ്റൊരു കമ്പനിയുണ്ട്. അപ്പൊ അവര് ചേർന്നിട്ടാണ് ബറാക്ക് 8 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ആന്റി എയർക്രാഫ്റ്റ്, ആന്റി മിസൈൽ ഇന്റർസെപ്റ്റർ ഒക്കെ നമ്മൾ നിർമ്മിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അടിസ്ഥാന മേഖലയിൽ, ആയുധ മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചുള്ള പരിചയം ഇന്ത്യയുമായിട്ട് ഇസ്രായേലിനുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഇസ്രായേലിനെ ഇന്ത്യയുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകും. ഇരു രാഷ്ട്രങ്ങളും ഒരുമിച്ച് ഇപ്പോൾ തന്നെ ആയുധ നിർമ്മാണത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്.
അതുപോലെ HAL-ന് ആവശ്യത്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്. 3 പ്രൊഡക്ഷൻ ലൈൻ ഇപ്പോൾ HAL തുറക്കുകയാണ്, നാസിക്കിലും അതുപോലെ തന്നെ പൂന, ബാംഗ്ലൂർ. അപ്പൊ ഇതെല്ലാം കൂടെ, അതുപോലെ തന്നെ എഞ്ചിൻ നിർമ്മാണം കോരാപുട്ട് എന്ന് പറയുന്ന ഒഡീഷയിലുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ വളരെ മുന്നേറിയിരിക്കുകയാണ്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യക്കും പ്രയോജനം ചെയ്യും. ഉദാഹരണത്തിന് ഇലക്ട്രോണിക് വാർഫെയർ, അത് ലോകത്തിലെ ഇന്ന് എത്ര വലിയ നല്ല വിമാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജാമിങ്ങിനും സ്പൂഫിങ്ങും ഒക്കെ അതിജീവിക്കുക, അല്ലെങ്കിൽ ശത്രുവിനെ ജാം ചെയ്യുക, സ്പൂഫ് ചെയ്യുക, ഇതൊക്കെ അറിയാമെങ്കിൽ മാത്രമേ, ഇതിനുള്ള ടെക്നോളജി കൈവശമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ ഏത് വിമാനത്തിന് പ്രസക്തിയുള്ളൂ. പിന്നെ ഈ നെറ്റ്വർക്കിംഗ് വാർഫെയറിൽ ഉപയോഗിക്കുന്ന റഡാറുകൾ, മൊത്തത്തിൽ നെറ്റ്വർക്കിംഗ് ഉപയോഗിക്കുന്ന സിസ്റ്റം, അതിന്റെ സോഫ്റ്റ്വെയർ, ഇക്കാര്യത്തിലൊക്കെ ഇസ്രായേലിന്റെ പൂർണ്ണ വൈദഗ്ധ്യം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യക്ക് കിട്ടും. ഈ രീതിയിൽ ഇരു രാഷ്ട്രങ്ങൾക്കും ഇതൊരു പ്രയോജനമാകുന്ന ഒരു നീക്കമായിരിക്കുമെന്നും ഇസ്രായേലിന് ഇക്കാര്യത്തിൽ വിശ്വസിക്കാവുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണെന്നുമാണ് ഇസ്രായേലിലെ പത്രങ്ങളും ഇസ്രായേലിലെ പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇസ്രായേൽ സ്വന്തമായിട്ട് വിമാനം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേഖലകളിൽ ഇന്ത്യയും അവരുമായിട്ട് സഹകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് എത്രത്തോളം ആകും, ഏതൊക്കെ മേഖലകളാകും എന്നൊക്കെ മാത്രം ചർച്ച ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എത്രത്തോളം അത് ക്ലാസിഫൈഡ് ആയിട്ടായിരിക്കും സഹകരിക്കുന്നത്, അതോ പരസ്യമായിട്ടായിരിക്കുമോ, ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.